ആദ്യം നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ദുഃഖകരമായ വാർത്തയിലേക്കാണ് പോകുന്നത്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് വീണ്ടും ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 24 മണിക്കൂറിനിടെ 2 പേരാണ് മരിച്ചത്. ഇപ്പോൾ മലപ്പുറം കാപ്പിൽ സ്വദേശിയായ 52 വയസ്സുകാരിയുടെ മരണം ഇന്നലെ സ്ഥിരീകരിച്ചിരുന്നു. ഇന്നിപ്പോൾ 3 മാസം പ്രായമുള്ള കുഞ്ഞാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. വിവരങ്ങളുമായി MS അനീഷ് കുമാർ നമുക്കൊപ്പം ചേരുകയാണ്. അനീഷ്, രാവിലെ തന്നെ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത്. വിശദാംശങ്ങൾ. തീർച്ചയായും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കൂടുതൽ ആളുകൾ സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ ഇരിക്കുന്നത് വലിയ ആശങ്ക തന്നെ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം ഏതാണ്ട് 10 രോഗികൾ ചികിത്സയിൽ ഇരിക്കുന്നു എന്ന വിവരമാണ് ലഭിച്ചത്. ഇതിൽ ഏറ്റവും ആശങ്ക ഉയർത്തിയത് ഈ 3 മാസം പ്രായമുള്ള ആൺകുഞ്ഞിന്റെ ആരോഗ്യനില തന്നെയായിരുന്നു. 1 മാസം മുമ്പ് കടുത്ത പനിയെ തുടർന്ന് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അതിനുശേഷം കുട്ടി പൂർണ്ണ സമയം ഏതാണ്ട് തീവ്ര പരിചരണ വിഭാഗത്തിൽ തന്നെ കഴിയുകയായിരുന്നു. ഇതിനുശേഷമാണ് ഇന്നലെ രാത്രി 11 മണിയോടുകൂടി കുട്ടി മരണത്തിന് കീഴടങ്ങുന്നത്. ഇന്ന് രാവിലെ തന്നെ കുട്ടിയുടെ സംസ്കാരം നടത്തുകയും ചെയ്തു. കേവലം 3 മാസം മാത്രം പ്രായമുള്ള കുട്ടിക്ക് എങ്ങനെ രോഗം വന്നു എന്നതാണ് ഈ ആരോഗ്യ പ്രവർത്തകരെയും മറ്റും ആശങ്കയിലാഴ്ത്തിയത്. കാരണം ഈ ജലാശയങ്ങളിലും മറ്റും കുളിക്കുമ്പോൾ മൂക്കിലൂടെയും ചെവിയിലൂടെയും ഒക്കെയാണ് ഈ രോഗാണു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ ഒരു പൊതുകുളം ഉപയോഗിക്കാനുള്ള സാധ്യത ഈ കുട്ടിയുടെ കാര്യത്തിൽ അങ്ങേയറ്റം വിരളമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വലിയ പരിശോധനകൾ ഇക്കാര്യത്തിൽ നടത്തി. പിന്നീട് ഈ കുട്ടിയുടെ വീടിരിക്കുന്ന സ്ഥലത്തെ കിണറ്റിൽ നിന്നുമുള്ള വെള്ളത്തിൽ നിന്നാണ് ഈ രോഗാണു കുട്ടിയുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചതെന്ന് കണ്ടെത്തി. കുട്ടിയെ കുളിപ്പിച്ചപ്പോൾ ആ രോഗാണു ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു പാടത്തോട് ചേർന്ന ഒരു സമതല പ്രദേശത്താണ് ഈ കുട്ടിയുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. ആ കിണറ്റിലേക്ക് അങ്ങനെയാവാം ബാക്ടീരിയ സാന്നിധ്യം പറ്റുക. ഒപ്പം രോഗപ്രതിരോധ ശേഷി കുറവായതും കുട്ടിക്ക് ഈ രോഗം പകരാനുള്ള കാരണമായി എന്നും പറയുന്നു. എന്തായാലും ആ കുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനു മുമ്പാണ് ഇന്നലെ രാവിലെയാണ് മലപ്പുറം കാപ്പിൽ സ്വദേശിയായ 52 വയസ്സുകാരിയുടെ മരണവും സ്ഥിരീകരിക്കുന്നത്. അവർ ഈ പനി ബാധിച്ച് ചികിത്സയിൽ കഴിയുകയായിരുന്നു. രോഗം മൂർച്ഛിച്ചതോടെ കഴിഞ്ഞ മാസം 5-ാം തീയതിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അവരും പിന്നീട് മരണത്തിന് കീഴടങ്ങിയായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ആ സ്ത്രീയുടെ അവസ്ഥയും കടന്നുപോയത്. നേരത്തെ താമരശ്ശേരി സ്വദേശിയായ 9 വയസ്സുകാരി സമാനമായ രീതിയിൽ തന്നെ മരണത്തിന് കീഴടങ്ങിയിരുന്നു. ആ കുട്ടി പനി ബാധിച്ച് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും മരണം സംഭവിക്കുമായിരുന്നു. മരണം കഴിഞ്ഞ് നടത്തിയ പരിശോധനയിലാണ് ആ കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടെന്ന് സ്ഥിരീകരിച്ചത്. ആ കുട്ടിയുടെ സഹോദരനും പിന്നീട് രോഗം സ്ഥിരീകരിച്ചിരുന്നു. ആ കുട്ടിയും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തന്നെ കഴിയുകയാണ്. എന്തായാലും വലിയ ഒരു ആശങ്കയാണ് ഈ മേഖലയിൽ ഇപ്പോൾ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം മൂലം ഉണ്ടായിരിക്കുന്ന. കനത്ത ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. പൊതുകുളങ്ങളും മറ്റും ഉപയോഗിക്കുമ്പോൾ ഈ പ്രതിരോധ മാർഗങ്ങൾ പ്രത്യേകിച്ചും മൂക്കും ചെവി ഒക്കെ മറയ്ക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കുക. ഒപ്പം ഈ പൊതുകുളങ്ങളിലൊക്കെ ക്ലോറിനേഷൻ കൃത്യമായി നടക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ അധികൃതർ നൽകിയിട്ടുമുണ്ട്. അനീഷ്, ഒരു കാര്യം കൂടി, ഇതിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്ര പേർ നിലവിൽ ചികിത്സയിലുണ്ട്? കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള ആരോഗ്യ വകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ അത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഏതാണ്ട് 10-ൽ താഴെ 8-9 എന്നിങ്ങനെയുള്ള നിരക്കിലായിരുന്നു ആളുകൾ ചികിത്സയിൽ കഴിഞ്ഞിരുന്നത്. ഇതിൽ 2 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ മലപ്പുറം, വയനാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള രോഗികളടക്കമുള്ളവർ ആശുപത്രിയിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരിൽ ചിലരുടെ നില ഗുരുതരമായി തുടരുമ്പോൾ മറ്റു ചിലരുടെ ആരോഗ്യനിലയിൽ വലിയ കുഴപ്പങ്ങളില്ല എന്ന രീതിയിലാണ്. പ്രത്യേകിച്ചും ഈ ആദ്യ ദിനങ്ങളിൽ തന്നെ രോഗം തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ രോഗിയെ രക്ഷിച്ചെടുക്കാൻ കഴിയും എന്ന ഒരു വിലയിരുത്തലാണ് ഈ വിദഗ്ധർക്കുള്ളത്. പലപ്പോഴും ഈ രോഗം ബാധിച്ച് ഒരു മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോൾ മാത്രമാണ് ഇത് തിരിച്ചറിയാൻ കഴിയുന്നത്. ആദ്യം പനിയുടെ ലക്ഷണങ്ങളോടുകൂടി വരുന്നു. പിന്നീട് ആദ്യം പ്രാഥമിക ചികിത്സ വീട്ടിലോ അല്ലെങ്കിൽ വീടിനടുത്തുള്ള ചെറിയ ആശുപത്രികളിൽ ആരംഭിക്കും. ഇതിനുശേഷമാണ് രോഗാവസ്ഥ ഗുരുതരമാവുന്നത്. ആ സമയത്താണ് പലപ്പോഴും ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തുകയും ഈ പ്രോട്ടോകോൾ അനുസരിച്ച് പരിശോധന നടത്തുമ്പോൾ ഇത് അമീബിക് മസ്തിഷ്ക ജ്വരം, അതായത് മസ്തിഷ്ക ജ്വരത്തിന്റെ സമാനമായ ലക്ഷണങ്ങളാണ് പ്രകടമാവുന്നത്. ഈ ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് തലച്ചോറിന് ആണ് കാര്യമായി ബാധിക്കുന്നത്. ഒരു മസ്തിഷ്ക ജ്വരത്തിന്റെ സമാനമായ ലക്ഷണങ്ങളാണ് പ്രകടമാക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും ഈ ഗുരുതരാവസ്ഥയിലേക്ക് എത്തുമ്പോഴാവും ആളുകൾ ആശുപത്രിയിൽ എത്തുക, അല്ലെങ്കിൽ ആശുപത്രിയിലെത്തി ഗുരുതരാവസ്ഥയിലായ ശേഷമാവും ഈ രോഗാവസ്ഥ തിരിച്ചറിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ രോഗം ഗുരുതരാവസ്ഥയിലാവുന്ന കൂടുതൽ ആളുകളും മരണത്തിന് കീഴടങ്ങുന്ന ഒരു സാഹചര്യമുള്ളത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകൾ പരിശോധിച്ചാൽ രോഗം ബാധിച്ചവർക്ക് ആ രോഗം ഭേദമാക്കാൻ
കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഉയർന്ന മരണനിരക്കുള്ള ഒരു രോഗം കൂടിയാണുള്ളത്. ഒപ്പം ഈ വെള്ളത്തിൽ, ഈ പൊതുകുളങ്ങളിലെ അല്ലെങ്കിൽ മറ്റ് ജലാശയങ്ങളിലൊക്കെ ഈ രോഗാണുവിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പോലും ആരോഗ്യനിലയിലെ വ്യത്യാസം അനുസരിച്ചാവും ഓരോ ആളുകളിലും ഇതിന്റെ ഒരു പ്രഹരശേഷി. അതായത് അനുകൂലമായ സാഹചര്യത്തിൽ ഈ ബാക്ടീരിയ മനുഷ്യ ശരീരത്തിലേക്ക് കയറുകയും അവിടെ പെട്ടെന്ന് ഈ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ അല്ലെങ്കിൽ തലച്ചോറിനെ കീഴടക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ പ്രതിരോധം കുറഞ്ഞ, താരതമ്യേന ദുർബലരായ പ്രതിരോധ സംവിധാനങ്ങളുള്ള ആളുകളെയാണ് പെട്ടെന്ന് ഇത് ബാധിക്കുക എന്ന് മനസ്സിലാവുന്നു. ഒരേ വീട്ടിലെ തന്നെ ഒരുപാട് പേർ ഈ വെള്ളം ഉപയോഗിച്ചാലും അവർക്ക് ബാധിക്കണമെന്നില്ല. പ്രത്യേകിച്ചും ഈ ഓമശ്ശേരിയിലെ 3 മാസം പ്രായമുള്ള കുട്ടിയുടെ കേസ് പരിഗണിച്ചാലും ആ കുട്ടിക്ക് രോഗം സ്ഥിരീകരിച്ചെങ്കിലും ആ വീട്ടിലെ മറ്റ് ആളുകൾക്ക് ആ രോഗം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. മാതാപിതാക്കൾക്കൊന്നും രോഗമില്ലാതെ പലതവണ പരിശോധന നടത്തി തെളിഞ്ഞതാണ്. പക്ഷേ താമരശ്ശേരിയിലെ പരിശോധിച്ചാൽ 9 മാസം പ്രായമുള്ള കുട്ടിക്ക് രോഗം സ്ഥിരീകരിച്ചു. പിന്നീട് കുട്ടിയുടെ സഹോദരന് രോഗം സ്ഥിരീകരിക്കുന്ന അവസ്ഥയിലേക്ക്, അതായത് രണ്ടുപേരുടെ പ്രതിരോധം തകർക്കാനും അവിടെ രോഗാണു കഴിഞ്ഞു എന്നതാണ്. അതുകൊണ്ട് വ്യക്തികൾ തമ്മിൽ അല്ലെങ്കിൽ പ്രായ വ്യത്യാസങ്ങളൊക്കെ തമ്മിൽ ഉള്ള മാറ്റങ്ങൾക്കനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരാം. എന്തായാലും വലിയ അപകടകരമായി മാറുന്ന ഒരു രോഗമായി തന്നെ കേരളത്തിൽ വന്നിരിക്കുന്നു. നേരത്തേക്ക് ഒറ്റപ്പെട്ട നിലയിൽ 1-2 കേസുകളൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപൂർവമായ മരണങ്ങളും ഒരു അപൂർവ രോഗം എന്ന രീതിയിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തെ കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു പൊതുവായി എത്തുന്ന ഒരു രോഗമായി സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിൽ നിന്നായി സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു രോഗമായി മാറുന്നു. ഒരുപക്ഷെ മുൻകാലങ്ങളിലൊക്കെ ഇത് സ്ഥിരീകരിക്കുന്നതിൽ ഒരു താമസം ആയിരിക്കാം കൂടുതൽ കേസുകൾ കണ്ടുപിടിക്കാതിരുന്നത്. കാരണം ഈ പനി ബാധിച്ച് ഗുരുതരാവസ്ഥയിലെത്തി മരിക്കുമ്പോൾ ഒരുപക്ഷെ പനി മരണം എന്ന പട്ടികയിലാണ് ഇത് പെടുത്തിയിരുന്നത്, അല്ലെങ്കിൽ പനി ബാധിച്ച ഒരാൾ മരിച്ചു എന്ന രീതിയിലാണ് ഇത് പെടുത്തിയിരുന്നത്. പക്ഷേ ഇപ്പോഴാണ് ഈ പ്രോട്ടോകോളുകൾ, സിസ്റ്റം ഓഫ് പ്രൊസീഡിങ്സ് ഒക്കെ മാറിയതുകൊണ്ട് തന്നെ ആവാം ഈ മസ്തിഷ്ക ജ്വരം ബാധിച്ചാണ് മരിച്ചതെന്ന് തിരിച്ചറിയാൻ കഴിയും, അല്ലെങ്കിൽ ഇതിന് കൃത്യമായ ഒരു ചികിത്സ നൽകി രോഗിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒക്കെ കഴിയുന്നതും. എന്തായാലും അങ്ങേയറ്റം അപകടകരമായ ഒരു രോഗിയാണ്. ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഒരു പക്ഷേ തിരിച്ചറിഞ്ഞാൽ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നാണ് പറയുന്നത്. എന്തായാലും രക്ഷപ്പെട്ട കുറച്ച് ആളുകൾ ഉണ്ട് താനും. MS അനീഷ് കുമാറാണ് വിശദാംശങ്ങളുമായി ചേർത്തത്. 24 മണിക്കൂറിനിടെ 2 പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് സംസ്ഥാനത്ത് മരിച്ചത്. മലപ്പുറം കാപ്പിൽ സ്വദേശിയായ 52 വയസ്സുകാരിയും 3 മാസം പ്രായമുള്ള കുഞ്ഞുമാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം.